സുഹറയുടെ കാതുകുത്ത് കല്യാണത്തിൽ മജീദ് പങ്കുകൊണ്ടത് സഹിക്കവയ്യാത്ത വേദനയോടും ഒളിച്ചുമാണ്. മജീദ് മാർക്കം ചെയ്ത് കിടക്കുകയായിരുന്നു. ഒഴിവുകാലത്താണ് മജീദിൻ്റെ സുന്നത്ത് കല്യാണം ഗ്രാമത്തെ ആകെ ഇളക്കിയ സംഭവമായിരുന്നു. വെടിക്കെട്ടും വലിയ സദ്യയുമുണ്ടായിരുന്നു. ബാൻഡ് മേളങ്ങളോടും ഗ്യാസ് ലൈറ്റുകളോടും കൂടി ആനപ്പുറത്താണ് മജീദിനെ ഊരിലാത്തിയത്. അതിനുശേഷമായിരുന്നു ബിരിയാണി സദ്യ. 1000-ലധികം ആളുകൾ പങ്കുകൊണ്ടിരുന്നു. സദ്യയ്ക്ക് മുമ്പാണ് മാർക്കം നടന്നത്. ആ ദിവസം മുഴുവൻ മജീദിന് ഭയമായിരുന്നു. എന്തോ മുറിച്ചു കളയും, എന്താണിത്, മരിച്ചു പോകുമോ? അവനാകെ ഭയന്ന് തളർന്നു. അന്ന് സന്ധ്യ വരെ ജീവിക്കില്ലെന്ന് തന്നെ അവന് തോന്നി. എന്താണ് ഉണ്ടാകുവാൻ പോകുന്നതെന്ന് അവന് ഒരു ലക്കുമില്ല. ലോകത്തിലുള്ള എല്ലാ മുസ്ലിം പുരുഷന്മാരെയും മാർക്കം ചെയ്തിട്ടുള്ളതാണ്, അല്ലാത്തവർ ഇല്ല. എങ്കിലും ഈ മാർക്കം ചെയ്യണത് എങ്ങനെ? മജീദ് സുഹറയോട് ചോദിച്ചു. അവൾക്ക് യാതൊരു അറിവുമില്ല. എന്തായാലും മരിക്കുകയല്ല എന്ന് ആശ്വസിപ്പിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. എങ്കിലും മജീദിന് വളരെ പരിഭ്രമമുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള ഗംഭീരമായ തക്ബീർ പന്തലിൽ മുഴങ്ങിയതോടെ മജീദിനെ അവൻ്റെ ബാപ്പ പിടിച്ചുകൊണ്ട് ഒരു ചെറുമുറിയിൽ ആക്കിയിട്ട് പോയി. അവിടെ കമിഴ്ത്തിയിട്ട് വെള്ളവസ്ത്രം വിരിച്ച ഉരലിൻ്റെ മുമ്പിലായി 11 തിരിയുള്ള നിലവിളക്ക് കത്തുന്നുണ്ടായിരുന്നു. മുറിയിൽ ക്ഷുരകനായ ഓസാനെ കൂടാതെ 10-12 ആളുകളും ഉണ്ടായിരുന്നു. അവർ മജീദിൻ്റെ ഷർട്ട് ഊരി തുണി ഉരിഞ്ഞ് പിറന്ന പടി അവനെ ഉരുളിൻ്റെ പുറത്തിരുത്തി. അത്ഭുതം, അവർ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? സംഭ്രമം. മജീദിൻ്റെ കണ്ണു പൊത്തി. കൈക്കും കാലിനും തലയ്ക്കും ആളുകൾ പിടിച്ചു. അവന് അനങ്ങുവാൻ വയ്യായിരുന്നു. അല്ലാഹു അക്ബർ എന്നുള്ള ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുവാനില്ല. മജീദ് നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. ആ ബഹളത്തിനിടയ്ക്ക് അവൻ്റെ തുടകൾ വന്നു ചേരുന്ന സ്ഥലത്ത് നേരിയ ഒരു വേദന, ഉണങ്ങിയ പാള മുറിക്കുന്നത് പോലുള്ളൊരനുഭൂതി. ഒരു നിമിഷം മാത്രം. ഉടനെ എല്ലാം കഴിഞ്ഞ് ഒരു വെള്ളം തളി, ഒരു നീറ്റൽ, ഒരു പുകച്ചിൽ. മജീദിനെ കിടത്തി. തലയ്ക്കും കാലിനും തലയണയുണ്ട്. ആ ബഹളത്തിൽ മജീദ് ഒന്ന് നോക്കി. ചെമന്ന മഷിയുള്ള കുപ്പിയിൽ കൈവിരൽ മുക്കിയതുപോലെയല്ല, മഷിയിൽ മുങ്ങാതെ കുപ്പിയുടെ വായിൽ നിന്നും വിരലിൻ്റെ തലയ്ക്ക് ചുറ്റും ചെമന്ന മഷി പുരണ്ടതുപോലെ അവിടെ ചോര പൊടിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രം. സുഹറായോട് പിറ്റേ ദിവസം ഇത്രയും സംഗതികൾ മജീദ് പറഞ്ഞു. അവൾ ജനലിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, മജീദ് പേടിച്ചോ? ഞാനോ? മജീദ് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് വീരവാദം ചെയ്തു. ഞാൻ പേടിച്ചൊന്നുമില്ല. ആ സമയത്ത് സുഹറ അവളുടെ കാതുകുത്തു കാര്യം പറഞ്ഞു. 10-12 ദിവസത്തിനുള്ളിൽ അവളുടെ കാതുകുത്തു നടക്കും. മജീദിന് വരാൻ ഒക്കുകയില്ലല്ലോ? മജീദ് പറഞ്ഞു, ഞാൻ വരും. പക്ഷേ ആ ദിവസം വന്നപ്പോൾ മജീദിന് അനങ്ങുവാൻ വയ്യായിരുന്നു. ആദ്യം സുഹറായുടെ ഉമ്മയും പിറകെ സുഹറായും വന്ന് വീട്ടുകാരെ ക്ഷണിക്കുന്നത് അവൻ കേട്ടു. കുറേ കഴിഞ്ഞ് സുഹറായെ ജനലിൻ്റെ അടുത്ത് കാണുകയും ചെയ്തു. ഉത്കണ്ഠയാൽ അവളുടെ വെളുത്ത മുഖം വിളറിയിരുന്നു. എങ്കിലും കണ്ണുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഇന്നെൻ്റെ കാതുകുത്താ. മജീദ് ഒന്നും പറയാതെ മന്ദഹസിച്ചു. അത് അവളിലും പകർന്നു. മജീദ് ആ ഭംഗിയുള്ള ചെവികളിൽ നോക്കി. കാതുകുത്ത് ഒരാചാരമാണ്. അത് നിരത്തി കുനുകുന കുത്തിത്തുളയ്ക്കുമ്പോൾ വേദനിക്കില്ലേ? മജീദ് അത്ഭുതപ്പെട്ടു. അവൾ പറഞ്ഞു, അറിയാൻ പാടില്ല, വന്നു നോക്ക്. അവൾ ഓടിപ്പോയി. മജീദിന് പോകണമെന്ന് തോന്നി. കിടന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ വയ്യ. എങ്കിലും ഒട്ടുകഴിഞ്ഞ് ആരും കാണാതെ തക്കത്തിന് മജീദ് എഴുന്നേറ്റു. സംഭ്രമം, അമ്മിപ്പിള്ളയുടെ ഘനം, 1000 വ്രണങ്ങളുടെ വേദന, എല്ലാം കൂടി ഹൃദയത്തിൽ നിന്നും ഘനമായി തൂങ്ങിക്കിടക്കുന്നത് പോലെ. കവച്ച് കവച്ച് ആരും കാണാതെ മജീദ് സൂത്രത്തിൽ വെളിയിലിറങ്ങി. വെള്ളമില്ലാത്ത തോട്ടിലൂടെ നിരങ്ങി പറമ്പിൽ കയറി സുഹറായുടെ വീട്ടിൽ ചെന്നു. അവിടെ വലിയ ആഘോഷമോ ആൾക്കൂട്ടമോ ഒന്നും കണ്ടില്ല. അതവർ പണക്കാരല്ലാഞ്ഞിട്ടാണെന്ന് മജീദ് വിചാരിച്ചു. പണക്കാരായിരുന്നുവെങ്കിൽ കൊട്ടും വെടിക്കെട്ടും സദ്യയും ആരവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. മജീദിനെ കണ്ട ഉടനെ സുഹറായുടെ ഉമ്മ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. എൻ്റെ പുള്ള എന്തിനു വരാൻ പോയി? മജീദ് വിഷമത്തോടെ വേദനയോടെ പറഞ്ഞു. കാതുകുത്തു കാണാൻ. അന്നേരം സുഹറായും ഹാജരായി. അവളുടെ മുഖം ചെമന്നും കണ്ണുകൾ കലങ്ങിയും ഇരുന്നു. മുകൾ മുതൽ അടിവരെ 2 കാതുകളും കുത്തിത്തുളച്ചു. കറുപ്പു നൂൽ കോർത്ത് കെട്ടിയിരുന്നു. വലത് കാതിൽ 11ഉം ഇടത്തേതിൽ 10ഉം. പഴുത്ത് തുളകൾ ഉണങ്ങുമ്പോൾ നൂലഴിച്ച് ഊരിക്കളഞ്ഞ് വെള്ളി അലിക്കത്തിടുമെന്നും അത് കഴിഞ്ഞ് കല്യാണത്തിന് വെള്ളി അലിക്കത്ത് മാറ്റി